ഏറ്റുമാനൂരിന് സമീപം യുവതിയും കുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരായ നിർണായക ഓഡിയോ ക്ലിപ്പ് പുറത്ത്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അടുത്ത സുഹൃത്തിനയച്ച സന്ദേശമാണ് പുറത്തു വന്നത്. വിവാഹമോചനത്തിന് ഭർത്താവ് നോബി ലൂക്കോസ് സമ്മതിക്കാത്തതിനെ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ഷൈനി സുഹൃത്തിനയച്ച ഈ ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഓഡിയോ മെസ്സേജ് ആദ്യം കേൾക്കാം. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതുകൊണ്ട് അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറി പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലേക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ല ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ ഉപയോഗം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ ഞാൻ വിശേഷം പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് നല്ല പൈസ അയക്കുക കാണണം. എന്താ ചെയ്താന്ന് അറിയത്തില്ല. ഏതായാലും നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നാട്ടിലെങ്ങും ഒരു ജോലിയും കിട്ടുന്നില്ല. ഞാൻ കുറെ തപ്പി. പിള്ളേരെ വല്ല ഹോസ്റ്റലിലും നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം. 1 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകണം. ഫെബ്രുവരി 17 കോടതിയിൽ വിളിച്ചിരുന്നു. അന്ന് പുള്ളി വന്നില്ല. പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല. 4 മാസമായി. എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. വക്കീലിനി ഏപ്രിൽ 9 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരു തീരുമാനവുമാകുന്നില്ല. എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ ഷൈനി ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതായത് തൻ്റെ ഭാര്യയെ സ്വതന്ത്രയാക്കാൻ അനുവദിക്കാതെ ഡിവോഴ്സ് കേസ് എത്ര വൈകിപ്പിക്കാമോ അത്രയും ഷൈനിയെ ബുദ്ധിമുട്ടിച്ച് വീണ്ടും മാനസികമായി തകർക്കുകയായിരുന്നു ഭർത്താവ് നോബിയുടെ ലക്ഷ്യമെന്നത് കൃത്യമാണ്. നിലവിൽ ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കം സ്വദേശി നോബി ലൂക്കോസ് ഏറ്റുമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് മൊഴി. നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതിനോടകം ഫോണിലെ സന്ദേശമെല്ലാം നോബി ഡിലീറ്റ് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കിട്ടാൻ മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. എന്നാൽ അയൽക്കാരുടെ വെളിപ്പെടുത്തൽ നോബിയെ കുടുക്കി. ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. പോലീസിന് മുന്നിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നോബി കുറ്റസമ്മതം നടത്തി. ഭാര്യയെ മർദ്ദിച്ചുവെന്നും വെളിപ്പെടുത്തി. നോബിയുടെയും ഷൈനിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ്. നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി. കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കലിൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതായത് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച 3 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകി. ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താനാണ് പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഇതിൽ തെളിവുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ ഷൈനിയുടെ ഫോൺ പാർവലിക്കലിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം. 2 ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്കും അയക്കും. 9 മാസം മുൻപാണ് ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ബന്ധുക്കളും മൊഴി നൽകിയിട്ടുണ്ട്. ജൂൺ 9 മർദ്ദിച്ച് ഷൈനിയെ വീട്ടിന് പുറത്തേക്ക് നിർത്തി. അയൽക്കാരൻ ഇക്കാര്യം ഷൈനിയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു.
അച്ഛൻ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ടാത്മഹത്യയ്ക്ക് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഷൈനിയുടെ ഭർത്താവ് നോബി മർച്ചന്റ് നേവി ജീവനക്കാരനാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ 9 മാസമായി ഷൈനിയും 2 മക്കളും പാറോലിക്കലിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം. ഇവരുടെ മറ്റൊരു മകനായ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ്. BSc നഴ്സിംഗ് ബിരുദധാരിയായ ഷൈനി നാട്ടിൽ ജോലിക്ക് ശ്രമിച്ചു വരികയായിരുന്നു. അതേസമയം നോബിയും കുടുംബാംഗങ്ങളും ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ പോലും ശ്രമിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. നോബിയുടെ സഹോദരനായ വിദേശത്തുള്ള വൈദികനെതിരെയും ആരോപണങ്ങളുണ്ട്. നേരത്തെ നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു. സംഭവ ദിവസം പുലർച്ചെ 5:30 പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനിയെയും മക്കളെയും പിന്നീട് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ നോബിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനിയുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ. ഇവരുടെ മൃതദേഹം പാറോലിക്കലിലെ വീട്ടിലെത്തിച്ച സമയത്തും പിന്നീട് തൊടുപുഴയിലെ ഇടവക പള്ളിയിൽ എത്തിച്ചപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. സംഭവത്തിൽ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനിയുടെ ബന്ധുക്കളും രംഗത്തെത്തി. ഇതിനിടെ ഇന്നലെ വൈകുന്നേരം ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത നോബിയെ ഏറെ നേരം ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു. ഷൈനി മരിക്കുന്നതിന് മുൻപ് നോബി ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇന്ന് ഉച്ചവരെ ചോദ്യം ചെയ്ത ശേഷം നോബിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. അതേസമയം തന്റെ ഭാര്യയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ തനിക്ക് കുറ്റബോധമെന്ന് ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ സ്വദേശി നോബി ലൂക്കോസ് പോലീസിൽ മൊഴി നൽകി. അറസ്റ്റിലായ നോബി വളരെയധികം കുറ്റബോധത്തോടെ വാക്കുകൾ ഇടറിയാണ് സംസാരിച്ചതെന്ന് ഏറ്റുമാനൂർ പോലീസും പറയുന്നു. തന്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വലിയ ദ്രോഹമായിരുന്നു. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തല കുമ്പിട്ടിരുന്ന് കരയുകയായിരുന്നു നോബി. തന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു. ഭാര്യയെയും 2 മക്കളെയും നഷ്ടമായി. അതിൻ്റെ കടുത്ത വേദനയിൽ തന്നെയാണ് താനെന്ന് അയാൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് തുറന്നു പറഞ്ഞു. താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്ന കാര്യം പോലീസിന് മുൻപാകെ ഏറ്റുപറഞ്ഞു. താൻ മർദ്ദിച്ചതായും സമ്മതിച്ചു. ഇതോടുകൂടിയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇയാളുടെ സഹോദരനായ ഓസ്ട്രേലിയയിലുള്ള ഫാദർ ബോബി ചിറയലിന് എതിരെ കേസെടുക്കുകയുള്ളൂവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. നോബിക്കെതിരെ ഗാർഹിക പീഡന കുറ്റമടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് സൂചന. അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതും കഴിഞ്ഞ ദിവസമാണ്. പൊതുസമൂഹത്തിലടക്കം ഈ വിഷയം സജീവമായി ചർച്ചയായതോടെയാണ് വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായത്. ഫെബ്രുവരി 28 പുലർച്ചെ 5:30 ഷൈനിയെയും മക്കളായ അലീന എലിസബത്തും ഇവാന മരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലമ്പൂർ പാസഞ്ചർ ലോക്കോ പൈലറ്റാണ് 3 പേർ ട്രെയിനിന് മുന്നിൽ ചാടിയ വിവരം പോലീസിൽ അറിയിച്ചത്. തുടർന്ന് റെയിൽവേ പോലീസും ഏറ്റുമാനൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന ഷൈനി പെൺമക്കൾക്കൊപ്പം പറോലിക്കലിലെ വീട്ടിലായിരുന്നു കഴിഞ്ഞ 9 മാസമായി താമസം. രാവിലെ പള്ളിയിൽ പോകാനുള്ള യുവതിയെയും മക്കളെയും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദുഃഖവാർത്ത നാടറിയുന്നത്. മരണപ്പെട്ട അലീനയും ഇവാനയും കോട്ടയം തെള്ളകത്തെ ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അച്ഛൻ നോബിക്കൊപ്പം എറണാകുളത്ത് കഴിയുകയായിരുന്ന മൂത്ത മകനായ എഡ്വിന് 14 വയസ്സാണ് പ്രായം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.